സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. മാനസ, മറ്റെന്തൊക്കെയാണ് ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ? വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടും അതോടൊപ്പം തന്നെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള 12 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ മേഘാവൃതമായ കാലാവസ്ഥയാണെങ്കിൽ കൂടിയും ഇതുവരെയും ശക്തമായ രീതിയിൽ മഴയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടിയും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം വരുന്ന ദിവസങ്ങൾ ഇത്തരത്തിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ്. ഓഗസ്റ്റ് 17 വരെ അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 19 വരെ ശക്തമായ മഴയും തുടരുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. നിലവിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതോടൊപ്പം തന്നെ തെക്കൻ കേരള തീരത്തും ചക്രവാത ചുഴിയും ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും എന്ന് തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് താമസിക്കുന്നവരും ഒപ്പം മലയോര മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണ്. മോശം കാലാവസ്ഥയാണ്, കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്, ഉയർന്ന തിരമാല സാധ്യതയുണ്ട്. ഇതൊക്കെയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്തരുത് എന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്.